ഇനി നമുക്ക് പോറ്റിയുടെ വാർത്തയിലേക്ക് വരേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാർത്തകളിലേക്ക് തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും രേഖകളും പിടിച്ചെടുത്ത പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം കാരേറ്റിലെ വീട്ടിലെ പരിശോധന 8 മണിക്കൂറാണ് നീണ്ടുനിന്നത്. അഭിലാഷ് ചേരും വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഏകദേശം വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ് 8 മണിക്കൂർ നീണ്ടുനിന്ന് ഏകദേശം അർദ്ധരാത്രി വരെ നീണ്ടുനിന്ന പരിശോധന. ആ പരിശോധനയിൽ നിർണായകമായ ഹാർഡ് ഡിസ്ക്, രേഖകൾ പിടിച്ചെടുക്കുന്നു, സ്വർണം കണ്ടെത്തുന്നു, പണം കണ്ടെത്തുന്നു. ഇതിൽ എന്തായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദാംശം? മാത്രമല്ല, മുരാരി ബാബുവിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാനുള്ളൊരു സാഹചര്യമാണ് കാണപ്പെടുന്നത്. ഹരി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധന രാത്രി 11:25 അവസാനിച്ചത്. ഏകദേശം 8.5 മണിക്കൂറോളമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇന്നലെ പരിശോധന നടത്തിയത്. SIT DISP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടന്നത്. വീടിന്റെ ഗേറ്റ് അകത്തുനിന്നും പൂട്ടിയ ശേഷമായിരുന്നു ഈ പരിശോധനകളെല്ലാം തന്നെ നടന്നിരുന്നത്. അതിനാൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇന്നലെ ലഭിച്ചിരുന്നില്ല. എന്നാലും വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും മറ്റ് രേഖകളും ഒക്കെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. SITക്ക് പുറമെ പോലീസും റവന്യൂ വകുപ്പും ഈ പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും വീട്ടിൽ നിന്നും കണ്ടെടുത്തു എന്നതാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയായിരുന്നു SITയുടെ ലക്ഷ്യം. കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന തെളിവുകൾ ശേഖരിക്കുക എന്നായിരുന്നു SIT ലക്ഷ്യമിട്ടിരുന്നത്. ഈ SITയുടെ പരിശോധനയിൽ നിർണായകമായ വിവരങ്ങൾ തന്നെ ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവയും പോലീസ് SIT ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ തന്നെ പരിശോധന സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇന്നലെ വീട്ടിലെത്തിക്കുമെന്ന് ഒരു അഭ്യൂഹം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ എന്തായാലും ഇന്നലെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പരിശോധന കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അഭിലാഷ്, അതോടൊപ്പം തന്നെ ഈ ഉന്നതരടക്കം 15ഓളം പേരുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായല്ലോ ഈ ഒരു സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ. ആ ഒരു രീതിയിലും കൂടി അന്വേഷണം മുന്നോട്ട് പോകാനൊരു സാഹചര്യം നിലവിലുണ്ടോ? അത് തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ SIT ലക്ഷ്യമിട്ടത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്ന് തന്നെയായിരുന്നു. വീട്ടിൽ നിന്നും ഇത് സംബന്ധിച്ച രേഖകൾ, സ്വർണം ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള രേഖകൾ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു ചോദ്യം SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള രേഖകൾ ഏതെങ്കിലും തന്നെ വീട്ടിലുണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നലെ SIT പരിശോധിച്ചതും. കൂടുതൽ ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു മൊഴി കൂടി ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് വേണ്ട തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു ഇന്നലെ ഈ പരിശോധനയുടെ ലക്ഷ്യമിട്ടിരുന്നത്. എന്തായാലും 8.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ SITക്ക് ഈ പരിശോധന സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ ഇന്നലെ 3 മണിയോടുകൂടി ഈ പരിശോധന ആരംഭിച്ച ഒരു ഘട്ടത്തിലും ഈ പരിശോധനയിൽ നിന്ന് ഇവർ പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ പരിശോധന നിർത്തിവെക്കുകയോ ചെയ്തിട്ടില്ല. തുടർച്ചയായുള്ള 8 മണിക്കൂർ നീണ്ട പരിശോധന. ഈ ഭാഗത്ത് ശക്തമായ മഴയായിരുന്നു ഇന്നലെ. എന്നിട്ട് പോലും ഈ പരിശോധനയിൽ യാതൊരു ഭംഗവും വരാതെ കൃത്യമായി തന്നെ ഈ 8.5 മണിക്കൂർ ഈ വീടിനുള്ളിൽ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ തെളിവുകൾ, നിർണായകമായ തെളിവുകൾ തന്നെ ഇന്നലെ ഈ വീട്ടിൽ നിന്നും SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനാണ് അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ 8.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു പരിശോധന തന്നെയാണ്. ഒരു ഇടവേളയിൽ പോലും ഈ പരിശോധനയിൽ നിന്നും പിന്നിട്ട് നിൽക്കാനുള്ളൊരു സാഹചര്യം SIT ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായില്ല. ഏകദേശം 3 മണിക്ക് തുടങ്ങിയ ഒരു പരിശോധന ഏകദേശം രാത്രി 11:30 നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇതിൽ നിന്നും കൃത്യമായ രേഖകൾ പലതും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശദാംശങ്ങൾ. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേർക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ എങ്ങോട്ടാണ് നീളുന്നതെന്ന് അറിയണം. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവും. വളരെ വലിയ രീതിയിലേക്ക് ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു അന്വേഷണവുമായിട്ട് തന്നെയാണ് ഈ ഒരു സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇടവേളയിലേക്ക് പോകാം.